തിരികെ എത്താം. ഇപ്പോൾ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സംസാരിക്കുന്നത്. വിമർശിക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുന്ന കാര്യങ്ങൾ അവരറിയില്ല. ഒരു കാര്യമുള്ളത് ഇതാണ്, നമ്മൾ അധികാരത്തിലിരിക്കുന്നവർ, ഇപ്പം ഞാനടക്കമുള്ളവർ പലപ്പോഴും പല കാര്യങ്ങളും അറിയാതെ പോകും. എല്ലാവരും വിചാരിക്കും ഇദ്ദേഹത്തിന് അറിയാമെന്ന്, പക്ഷെ നമുക്കറിയാൻ പറ്റാവില്ല. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. അത് അറിയിക്കേണ്ട കടമ ജനങ്ങളുടേതാണ്. ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനായിട്ട് വേണം. അത് ഭരണത്തിലിരിക്കുന്നവരായാലും ആരായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. അല്ല, മനുഷ്യന് ആവശ്യമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയും അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവൊക്കെ വന്നിരുന്നു. അവരോടും ഈ കാര്യം പറഞ്ഞു. അവരോട് ഞാനൊന്നും ഇന്നലെ ഇതൊന്നും പറയാനുള്ള അവസരമല്ലല്ലോ. അപ്പോൾ അവർ വളരെ സ്നേഹപൂർവ്വം എൻ്റെ അടുത്ത് വന്നു, മുഖ്യമന്ത്രി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാര്യം അറിഞ്ഞിട്ട് തന്നെ എന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ വരവിനെ കുറിച്ച് ഒത്തിരി കണ്ടു. ഈ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെടുമ്പോൾ കുറെ കൂടി ഉത്തരവാദിത്വം വരുന്നുണ്ട്. കുറച്ച് ഉത്തരവാദിത്വം കൂടും. അതെ, ഉത്തരവാദിത്വം കൂടും. അതുപോലെ ജനങ്ങളോടുള്ള നമ്മുടെ ശുശ്രൂഷ ജീവിതം അത് കൂടുതൽ കരുത്തുള്ളതാക്കി തീർക്കേണ്ടതായിട്ട് വരും. ഏതായാലും ഇത് ലഭിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. മനുഷ്യൻ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല, മനുഷ്യൻ പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല, മറിച്ച് ദൈവം തന്നൊരു സമ്മാനം. അത് തരുന്നത് മാർപ്പാപ്പയിലൂടെയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. ഇത് ലഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പേപ്പർ വർക്കൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, അതൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ആദ്യത്തെ ചടങ്ങാണ്. ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ മീഡിയ വളരെ നന്നായിട്ട് ഇന്നലത്തെ പരിപാടികളൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ സ്നേഹത്തിന് കോഴിക്കോടുള്ള മീഡിയ പ്രവർത്തകർക്ക് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താ ഓശാന ഞായർ ആശംസ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ ഇവരോട് ചോദിക്കാൻ പോകുന്നത് 4 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, കുരിശിൽ മരിച്ചവൻ ആരാണ്? കാൽവരിയിൽ മരിച്ചവൻ ആരാണ്? ആ മരണത്തിൻ്റെ നിസ്തുലത അല്ലെങ്കിൽ യുണീക്ക്നെസ് എന്താണ്? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുത്തു? ദൈവമായിരുന്നിട്ടും ദൈവത്തിന് ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കണമായിരുന്നു. അതിൻ്റെ ഉത്തരം സ്നേഹമാണ് എന്നുള്ളതാണ്. സ്നേഹത്തിന് ലോജിക്കില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത്, ഈ മരണവും എൻ്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് അവിടുത്തെ മരണം വഴി, ഉയർപ്പ് വഴി ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മളോട് പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു വെള്ള വസ്ത്രം നൽകി, ആ വെള്ള വസ്ത്രം മലിനപ്പെടുത്താതെ പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം, 4ാമത്തെ ചോദ്യം, കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണ്? ഒന്നാമത്തേത്, നമ്മൾ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രൂപമുള്ളവരാണ് ഓരോ മനുഷ്യനും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ ബഹുമാനിക്കാൻ, ആദരിക്കാൻ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നമ്മളെല്ലാവരും ഒരുമിച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്ഥാനം ദൈവം തന്ന സമ്മാനമായിട്ടുമാണ് അദ്ദേഹം കരുതുന്നത്. നമുക്ക് ഇംതിയാസിലേക്ക് പോകാം. ദേവമാതാ കത്തീഡ്രൽ കോഴിക്കോട് നിന്ന് ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ്, തൊട്ട് മുമ്പാണ് ആർച്ച് ബിഷപ്പ് സംസാരിച്ചത്. സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം എല്ലാവരോടും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. കോഴിക്കോടിനെ സംബന്ധിച്ചൊരു ഈസ്റ്റർ സമ്മാനം തന്നെയാണല്ലേ ഇപ്പോൾ രൂപതയിൽ നിന്ന് അതിരൂപതാ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഓശാന ഞായർ ശുശ്രൂഷകൾ, പ്രാർത്ഥനകളൊക്കെ പുരോഗമിക്കുന്നത്?
ജയലക്ഷ്മി, തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട്, അതായത് മലബാറിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസം കൂടെയാണ് ഇന്ന്. കാരണം ഇന്നലെ കോഴിക്കോട് ലത്തീൻ രൂപതയെ അതിരൂപതയായി ഉയർത്തുകയും ആ പ്രഥമ ആർച്ച് ബിഷപ്പായിട്ട് വർഗീസ് ചക്കാലക്കൽ സ്ഥാനാരോഹണം ഏൽക്കുകയും ചെയ്തതിന് ശേഷമുള്ള ഒരു ഓശാന ഞായർ സമ്മാനമായിട്ടാണ് ഇതിനെ വിശ്വാസികളെല്ലാം കരുതുന്നത്. ഇന്നലെ ജോസഫ് പാംബ്ലാനി അടക്കം സംസാരിച്ച സമയത്ത് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിന് സമീപത്തുള്ള സെന്റ് വിൻസെന്റ് ഹോമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചാണ് കുരുത്തോല പ്രദക്ഷിണം ആശീർവദിച്ചുകൊണ്ട് ഇവിടെ നിന്നാണ് പ്രദക്ഷിണം ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് വിശ്വാസികളെല്ലാം മുൻപിലും അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന വർഗീസ് ചക്കാലക്കൽ ഇതിന്റെ പിൻഭാഗത്തുമായിട്ട് നിന്നുകൊണ്ട് ഇവിടെ നിന്ന് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണം പോവുകയും അവിടെ എത്തി ബാക്കി വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ തന്നെ തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അവിടെ എത്തിയതിനു ശേഷം കുരിശുകൊണ്ട് ചടങ്ങുകൾ പോലെ, അതായത് ആചാരം പോലെ തന്നെ വാതിലിൽ 3 തവണ മുട്ടി 3ാമത്തെ മുട്ടലിലാണ് വാതിൽ തുറക്കപ്പെടുന്നത്. അത് ജെറുസലേമിലെ ആ സംഭവം, അതായത് യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ ഓർമ്മ പുതുക്കൽ കൂടെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ തിരുക്കർമ്മങ്ങളെല്ലാം അവിടെ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുർബാന, വചന സന്ദേശം തുടങ്ങിയവയൊക്കെ വിശ്വാസികൾക്ക് മുൻപാകെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വർഗീസ് ചക്കാലക്കലിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ തിരുക്കർമ്മങ്ങളടക്കം നടക്കുന്നത് എന്ന ഏറ്റവും ഒരു പ്രത്യേകതയാണ്. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യവും. ആ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. അല്പസമയം കൂടെ കഴിഞ്ഞാൽ, ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം പ്രദക്ഷിണം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. ജയലക്ഷ്മി, നേരത്തെ ഇവിടെ വർഗീസ് ചക്കാലക്കൽ പിതാവ് എത്തിയ സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഈ ഓശാന ഞായർ തീർച്ചയായിട്ടും ഒരു സമ്മാനമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയമായി സംസാരിച്ചൊരു കാര്യം, ഭരണാധികാരികളെ നമ്മൾ എല്ലായ്പ്പോഴും പുകഴ്ത്തരുത്, അവരോട് ഉപദേശം നൽകണം, അവരെ പുകഴ്ത്തി ഇല്ലാതാക്കരുത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത് ഒരു ഓശാന ഞായർ ദിവസത്തിൽ തന്നെ അങ്ങനെയൊരു വലിയ സന്ദേശം, വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് എന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. എന്തായാലും സെന്റ് വിൻസെന്റ് ഹോമിൽ കുരുത്തോല പ്രദക്ഷിണത്തിനുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ആശീർവദിച്ചുകൊണ്ട് വിശ്വാസികളെല്ലാം കൂട്ടമായി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണവുമായി പോവുകയും അവിടെ ബാക്കി തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വാരാചരണം ആരംഭിക്കുകയാണ്. ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത്. കുരുത്തോല പ്രദക്ഷിണം തുടങ്ങാനായിട്ട് പോവുകയാണ്. പള്ളികളിൽ വിശ്വാസികൾ എല്ലാവരും ഈശ്വരനിൽ അർപ്പിച്ച് സ്നേഹവും സമാധാനവും ഒക്കെ പടർത്താനുള്ള ഒരുക്കത്തിലാണ്, ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള നീക്കത്തിലാണ്. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി കൊച്ചിയിലെ ക്വീൻ പള്ളിയിൽ, തൊപ്പിൽമേരി ക്വീൻ പള്ളിയിൽ നിന്നും വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, അവിടെ എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഈ കുരുത്തോല പ്രദക്ഷിണം തുടങ്ങിയോ? ജയലക്ഷ്മി, ഇവിടെ 6:30 തന്നെ, ഇന്ന് രാവിലെ 6:30 തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. 6:45 കൂടി ഇന്നിപ്പോൾ കുരുത്തോല പ്രദക്ഷിണം കഴിഞ്ഞ് ഇപ്പോൾ കുർബാന നടത്തുകയാണ്. കുർബാന മധ്യേയുള്ള റാഫേൽ തട്ടിൽ പിതാവിന്റെ പ്രസംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 6:30 രാവിലെ തന്നെ ചടങ്ങുകൾ തുടങ്ങി എന്നുള്ളതാണ് വിഷ്ണു പറയുന്നത്. ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ക്രൈസ്തവർ ഒന്നാകെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. എല്ലാവരും ഒന്നായി മനസ്സ് ഈശ്വരനിൽ അർപ്പിച്ച് ഒന്നായി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഓർമ്മ പുതുക്കുകയാണ് ഈ ഒരു ഓശാന ഞായറിൽ. നമുക്ക് വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നിന്നും ഷിനോജ് എസ് കൂടി ചേരുന്നുണ്ട്. ഷിനോജ്, അവിടെ എങ്ങനെയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ആരാധന ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ 6:30 തുടങ്ങിയ ആരാധനയാണ്. നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കുരുത്തോല പ്രദക്ഷിണം നടക്കുകയാണ്. ഓർത്തഡോക്സ് സഭാധ്യക്ഷനാണ് ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ മാതൃ ഇടവ കൂടിയാണ് ഈ വാഴൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത്തരത്തിൽ പ്രത്യേകിച്ച് ഈ വാഴൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ സമീപത്തെ ഇടവകളിൽ നിന്നൊക്കെ ആളുകൾ നിലവിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ആരാധനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ ഈ വാഴൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ്.
നിരവധി വിശ്വാസികളെ നമുക്ക് ഇതിൽ കാണാം. ശരി പ്രത്യേകിച്ച് ഷിനോജ്, നിരവധി വിശ്വാസികളാണ് പള്ളികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവരുടെ ദിവസമാണ്, ഓശാന ഞായർ. എല്ലാവരും ഒത്തൊരുമയോടെയാണ് പള്ളികളിലേക്ക് എത്തുന്നത്. നമുക്ക് സ്റ്റെഫിനിലേക്ക് കൂടി പോവാം. സ്റ്റെഫിൻ, ഇപ്പോൾ പള്ളിയിൽ തിരക്ക് കൂടിയോ, ഈ പറഞ്ഞ മറ്റ് ചടങ്ങുകൾ തുടങ്ങിയോ, കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ചോ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജയലക്ഷ്മി, പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ രണ്ടാമത്തെ കുർബാന 7 മണിയോടുകൂടി തുടങ്ങി. കുരുത്തോല പ്രദർശനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഏതായാലും എല്ലാ വിശ്വാസികളും കാത്തിരിക്കുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പായിട്ടുള്ള തോമസ് ജെ നെറ്റോയുടെ പ്രഭാഷണത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് ഓശാന സന്ദേശമായി നൽകാനുള്ളത് എന്നുള്ളതാണ് കാത്തിരിപ്പ്. കുരുത്തോല പ്രദർശനം രാവിലെ തന്നെ കഴിഞ്ഞു. ഇന്ന് 2 കുർബാനകളാണ് സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഉള്ളത്. രാവിലെ വെളുപ്പിന് ഒരു കുർബാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിശ്വാസികളെല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കുർബാനയാണ്. ഒപ്പം തന്നെ ഇന്ന് ഓശാന ഞായർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസികൾ സമീപത്തു നിന്നുള്ള ഇടവുകളിൽ നിന്നുള്ള ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ദേവാലയങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ പോയ വെട്ടുകാട് ദേവാലയത്തിലും വലിയ തോതിലുള്ളൊരു തിരക്ക്, പള്ളിക്കകത്ത് വലിയ തോതിലുള്ളൊരു തിരക്കുണ്ട്. അത് കഴിഞ്ഞ് ആളുകൾക്ക് പുറത്ത്, ദേവാലയത്തിന് പുറത്ത് ഇരുന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ എല്ലാ ദേവാലയങ്ങളിലും ഒട്ടുമിക്ക ദേവാലയങ്ങളിലും കുരുത്തോല പ്രദർശനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി സ്റ്റെഫിൻ, പള്ളികളിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെഫിൻ ഉള്ളത് പാളയം പള്ളിയിലാണ്. അവിടെ രണ്ടാമത്തെ കുർബാന കഴിഞ്ഞു, കുരുത്തോല പ്രദക്ഷിണം കഴിഞ്ഞു. ഇനി സന്ദേശത്തിനായിട്ടാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നത്.